ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്, സ്റ്റേ ട്യൂൺഡ് ഫോർ യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റി. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, അതിലുപരിയായിട്ട് ചില്ല സംഘടനയുടെ ജനറൽ സെക്രട്ടറി കൂടി ആയിട്ടുള്ള ജോബി ചേട്ടനാണ് കേട്ടോ ഇന്ന് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ ഈ ഒരു മണിക്കൂറുകൾ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ ജോബി ചേട്ടാ, ഒരുപാട് സന്തോഷം. വെൽക്കം ടു ദ ഷോ. സന്തോഷം എല്ലാവർക്കും, പ്രേക്ഷകരോടും അല്ല ശ്രോതാക്കളോടും. എപ്പോഴും ഈ പ്രേക്ഷകരെ പറഞ്ഞ് ശ്രോതാക്കള് എന്നുള്ളത് കേൾക്കാനും ഉള്ള ഒരു സൗഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അല്ലെ, പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ശബ്ദങ്ങളും എന്ത് പ്രിയപ്പെട്ടതാണ്. അതെ, കേട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ ജോബി ചേട്ടന്റെ കാര്യം പറഞ്ഞു, ജോബി ചേട്ടന്റെ കോൾ അറ്റൻഡ് ചെയ്ത ഒരു വോയിസ് മെസ്സേജ് ഒക്കെ ഇവിടെ കേട്ടപ്പോ തന്നെ ഇത് ജോബി ചേട്ടനല്ലേ എന്ന് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ശബ്ദം യുണീക്ക് ആയിട്ടുള്ള ചില ശബ്ദങ്ങൾ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് കേട്ട് നമുക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതേ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാനേ ജോബി ചേട്ടന്റെ കാര്യം പറഞ്ഞത് ചില്ലാ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന് കൂടിയാണ്. അത് പറയാനുള്ള ഒരു കാര്യം ജോബി ചേട്ടൻ തന്നെ പറയും. ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ കടന്നു പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ വിശേഷങ്ങളിലൂടെ നമുക്ക് ആരംഭിക്കാം നമ്മുടെ റെഡ് കാർപ്പറ്റ്. അതെ, ഒരു മരത്തിന്റെ ചില്ല പോലെ ഞങ്ങളൊരു ചില്ല, നമ്മുടെ നാട്ടിലൊരു ചില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു NGO സംഘടനയാണ്. അത് ഓട്ടിസം കുട്ടികളും മറ്റു മാനസിക വെല്ലുവിളികളും നേരിടുന്ന കുട്ടികളെയും നമ്മളെ കാത്തുരക്ഷിക്കുന്ന ഒരിടമാണ്. അപ്പോ അതിനകത്ത് ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത്, ഞാൻ എന്റെ മകനും ഓട്ടിസം ഉണ്ട്, അത് അധികം ഒന്ന് പറഞ്ഞോട്ടെ. അതല്ലാതെ തന്നെ 10-22 വർഷമായിട്ട് ഈ ചില്ല എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ ഇത് ഒരു 22 വർഷമായിട്ട് തെരുവിൽ വളരുന്ന കുട്ടികളെ, തെരുവിൽ ആരാരുമില്ലാതെ വളരുന്ന കുട്ടികളെ ഞങ്ങളെടുത്ത് പോറ്റുകയായിരുന്നു. അവരൊക്കെ നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വീട് പാർപ്പിടം കൊടുത്തു, നല്ല ട്യൂഷൻ കൊടുത്തു, നല്ല വിദ്യാഭ്യാസമുള്ളവർക്ക്. ഇപ്പോ അവർ 22 വർഷത്തിന് ശേഷം അവരെല്ലാവരും നാനാ തുറകളിലും നല്ല ഉദ്യോഗങ്ങളിലും ഒക്കെ ആയിട്ട് കഴിയുന്നു. ഒരു വർഷത്തെ കൊണ്ട് ഞങ്ങളെ ഓട്ടിസം കുട്ടികളും മറ്റു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും ഞങ്ങൾ വളർത്തുകയാണ്, സംരക്ഷിക്കുകയാണ്. എന്റെ മുമ്മനെ കൂടാതെ തന്നെ ഒരു 10 വളരെ പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ, അതായത് ഇപ്പോ സിംഗിൾ പാരന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അച്ഛൻ കളഞ്ഞിട്ട് പോകും, അമ്മയുടെ മറ്റായി പോവും, അങ്ങനെയുള്ള കുട്ടികളും വരെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അവരെ 4 ചൂരുകൾക്കുള്ളിലായി അകപ്പെട്ടു പോകും. അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോ അമ്മമാർക്ക് തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥകൾ കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ 18 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾക്ക് ഈ അക്കാഡമിക് വിദ്യാഭ്യാസ സൗകര്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ അടയ്ക്കപ്പെട്ടവരായിട്ടാണ് കഴിയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത്. ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും തൊഴിലുണ്ടാക്കുക, ഒരു തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം അങ്ങനെയാണെങ്കിൽ അവർ മറ്റുള്ളവരും കൂടെ ചേർത്ത് പിടിക്കണം. ഓട്ടിസം പൊതുസമൂഹം അവരെ കുറിച്ച് അറിയുകയും അവരെ ആ രീതിയിൽ അവരെ കാണുകയും വേണം എന്നുള്ളതാണ്. അവരെ കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് ആ ഒരു ഉദ്ദേശവുമായിട്ട് ഞങ്ങൾ പല ഫെസ്റ്റിവലുകൾക്കൊക്കെ ഈ കുട്ടികളുമായിട്ട് ഞങ്ങള് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുകയും നമ്മള് എന്തെങ്കിലും നമ്മളെ സ്റ്റോളുകളൊക്കെ നടത്തി അവരെ കൊണ്ട് തന്നെ അതുമായിട്ട് സഹകരിപ്പിച്ചുമൊക്കെ സമൂഹത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു കരുത്ത് നൽകുന്നു. ഇപ്പൊ ഞങ്ങള് എന്തെങ്കിലും സംരംഭമിട്ട്, കാരണം ഒരു കുറച്ചുനാൾ മാത്രം പോരല്ലോ, നമ്മുടെ കാലശേഷമൊക്കെ ഇതെങ്ങനെ പോകുമെന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങളൊരു സംരംഭം തുടങ്ങുകയാണ്. അപ്പൊ ആ സംരംഭത്തില് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി അതിന്റെ പ്രോഫിറ്റ് എടുത്ത് ഇവരുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. സിനിമാ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് പേഴ്സണലി ഞാൻ കരുതി, കാരണം ഏറ്റവും കൂടുതൽ സമയം ചേട്ടൻ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നത് ചില്ലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നന്മയുള്ള അതിന്റെ വിശേഷത്തിലൂടെ തന്നെ തുടങ്ങാന്ന് കരുതി ഞാൻ ആദ്യം അത് തന്നെ ചോദിച്ചേ കേട്ടോ. അതൊരു ഈ പറഞ്ഞ ഒരു സംരംഭം തുടങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും. ഇനി നേരെ തിരിച്ച് നമ്മൾ വരുമ്പോ ഇടയ്ക്ക് ഒരു 2 വർഷം മുന്നേ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഞാനല്ല മലയാളി പ്രേക്ഷകരൊക്കെ കേട്ടതാണ്, ജോബ് വിട്ട് ജോബി എന്നുള്ള
എന്നുള്ളൊരു കാര്യം അല്ലെ. അങ്ങനെ പൂർണ്ണമായിട്ടും ജോലിയൊക്കെ മാറ്റി നിർത്തി ഇതാ ഇറങ്ങിയിരിക്കുകയാണ് ഈ ചില്ലയോടൊപ്പം മലയാള സിനിമയോടൊപ്പം ഒക്കെ. അത് ശരിക്കും വാർത്തയായിരുന്നു അല്ലെ അന്ന് ജോലിയുടെ കാര്യങ്ങളൊക്കെ. ആ യാത്ര എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ആ ഒരു എനിക്ക് 87-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ. അതിന്റെ ഒരു കഥയൊക്കെ ഉണ്ട്, അതും കൂടി നമ്മുടെ ലിസണേഴ്സിന് ഒന്ന് കേൾക്കണം. ജോലി ഞാൻ KSF-യില് സീനിയർ മാനേജറായിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഞാൻ ഇതിലോട്ട് തന്നെയായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ 2 സീരിയലുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പൊ പുതിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ മോഹൻലാലിന്റെ അടുത്ത പടത്തില് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന പടത്തിനകത്ത് ഒരു സീനുണ്ട്, അഭിനയിക്കുന്നുണ്ട് നമ്മുടെ തരുൺമൂർത്തി സാറിന്റെ. ലാലേട്ടൻ തരുൺമൂർത്തി കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് വരുന്നുണ്ടല്ലേ. സന്തോഷം അതിനകത്ത് കയറാൻ പറ്റിയതും എന്താണ് ചെയ്യാനായിട്ട് വിളിച്ചതിനകത്തും ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ വാർത്തകൾ. ശരിക്കും 1987 സർവകലാശാല ചാമ്പ്യനിൽ നിന്ന് തുടങ്ങിയതാണ് ജോബി ചേട്ടൻ. അതിനുശേഷം കുറെ പേര് ഇതാണോ പാഷൻ, ഇതാണോ പ്രൊഫഷൻ, ജോലി ഇല്ലേ എന്നൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ കേട്ടു. ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെയാണ് പിന്നീട് PSC ഒക്കെ എഴുതുന്നല്ലേ. അതെ ആ ഒരു സർവകലാശാല ഓർമ്മകളൊക്കെ എന്താ ശരിക്കും? പിന്നെ കാരണം കോളേജിൽ പഠിക്കുന്ന കാലം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വസന്തകാലമല്ലേ. അപ്പോ അതവിടെ കോളേജിൽ തന്നെ ഞാൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭയാകാൻ പറ്റി. അപ്പൊ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരളത്തിന്റെ ഒട്ടുമിക്ക കോളേജുകളിലും പോയി പ്രോഗ്രാം നടത്തുകയാണ്. പിന്നെ ഞങ്ങളൊരു കൂട്ടുകാരുടെ ഒരു കൂട്ടമുണ്ട്. അത് വലിയൊരു സൗഹൃദമാണ്. അത് ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. എന്റെ ഏജിൽപ്പെട്ട ഒരുപാടിയുള്ള എല്ലാ കേരളത്തെ മിക്ക പിന്നെ സൗഹൃദങ്ങൾ ഒരുപാട് കാത്തു സൂക്ഷിക്കുന്നവനാണ് ഞാൻ. അതൊരു പിന്നെ അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ഞാൻ കരുതുന്നത്. ഈ പറഞ്ഞ പോലെ അന്ന് ഉണ്ടായിരുന്ന ആ ഒരു സൗഹൃദങ്ങൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു കാര്യം സ്വന്തമായിട്ട് ചോദിക്കാം, ശരിക്കും ഏകദേശം എത്ര സംഘടനകളിൽ ജോബി ചേട്ടൻ ഇപ്പൊ കാണും? കാരണം നമ്മൾ പലപ്പോഴും ഈ മീഡിയ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓരോ സംഘടനയായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ജോബി ചേട്ടനാണ് അതിനകത്തുള്ളത്, അല്ലെങ്കിൽ ജോബി ചേട്ടനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടാ, അന്ന് യൂണിവേഴ്സിറ്റിയിൽ തുടങ്ങിയ ആ ഒരു നേതൃത്വ പാഠം അല്ലെങ്കിൽ അതിപ്പോഴും ചേട്ടൻ കീപ്പ് ചെയ്യുന്നുണ്ട്? അതുപോലെ ശരിക്കും ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനൊന്ന് കൂടി നോക്കി, എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. 26ഓളം സംഘടനകളുടെ ഫലപ്പത്തല്ല മെമ്പറായിട്ട് ഞങ്ങളിപ്പോ ലിറ്റിൽ പീപ്പിൾ കേരള എന്ന് പറഞ്ഞ് പൊക്കം കുറഞ്ഞവരുടെ ഒരു സംഘടന, ചെറു മാനവ സംഘം. അതായത് എന്നെ പോലെ ഫേസ് ടു ഫേസ് നോക്കാൻ കഴിയുന്നവരുടെ ഒരു വലിയൊരു കൂട്ടായ്മ കേരളത്തിൽ അങ്ങോട്ടും. അതിനകത്ത് അതിന്റെ പ്രസിഡന്റാണ് ഞാൻ. ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? ആദ്യതാളം എന്ന് പറഞ്ഞൊരു സംഘടന ഇപ്പോ അതിന്റെ ചെയർമാനാണ്. അത് തിരുവനന്തപുരത്ത് വലിയൊരു സംഘമായിട്ട് നടക്കുകയാണ്. അതിലിപ്പോ ഞങ്ങള് ശ്രീ നെയ്യാറ്റിൻകര വാസുദേവൻ അദ്ദേഹത്തിന്റെ പേരില് ഞങ്ങളൊരു അവാർഡ് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ അവാർഡ് സമർപ്പിക്കുകയുണ്ടായി ഈ അടുത്ത കാലത്ത് നടന്നു. അപ്പൊ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങള്, ചില്ലയുടെ പ്രവർത്തനങ്ങള് ഓരോ കാര്യങ്ങളിലുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോ എപ്പോഴെങ്കിലും അഭിനയമില്ലാത്തൊരു ജീവിതം, അഭിനയം കംപ്ലീറ്റ്ലി മാറ്റി വെക്കുക എന്നുള്ളൊരു ചിന്തയൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ജീവിതമേ ഒരു തരത്തിലൊരു അഭിനയമാണ്, ഷേക്സ്പിയർ പറയും പോലെ. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയില്ല. അതെ. നാടകങ്ങളിലും സജീവമാണ്. ഞാൻ പിന്നെ വളരെ സജീവമാണ്. ആ കുട്ടിക്കാലത്ത് എനിക്ക് നാടകം എന്ന് പറയുന്നത് സിനിമയ്ക്ക് മുമ്പ് തന്നെ ഞാൻ 87-ലാണ് ആദ്യമായി ടച്ചുകോട്ടന്റെ വീട് എന്ന് പറഞ്ഞ സിനിമയില് കേരള യൂണിവേഴ്സിറ്റിയിലെ കലാപ്രതിഭയായപ്പോ അത് കണ്ടിട്ട് അന്നത്തെ പത്രവാർത്ത കണ്ടിട്ടാണ് മേനോൻ സാർ വിളിക്കുന്നത്, ബാലചന്ദ്ര മേനോൻ. അപ്പൊ അതുകൊണ്ടാണ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ നാടകങ്ങളില്, കോളേജ് ക്യാമ്പസ് നാടകങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. ആ നാടകങ്ങൾ ഇന്നും അതേപോലെ കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെ ഉണ്ട് തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് ഞാൻ ജീവൻ മരണ പോരാട്ടം എന്ന് പറഞ്ഞൊരു നാടകം കളിച്ചിരുന്നു. അത് 2 പേരേ ഉള്ളൂ. ഒരു ഏകദേശം 1.5 മണിക്കൂറോളം കട്ടക്ക് ഡയലോഗ് പറഞ്ഞു പോകുന്നൊരു, ഒന്ന് തെറ്റിയാൽ ഇതായി പോകും. കാരണം ആ ഡയലോഗിന്റെ അടുത്തടുത്ത് പുറത്തിണക്കി പോകുന്നതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റി, നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. 1.5 മണിക്കൂർ ഡയലോഗാണ്. അതെ 1.5 മണിക്കൂറോളം. ദൂരദർശനിലോട്ടുള്ള ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അതെ സിനിമ കഴിഞ്ഞതിന് ശേഷമല്ലേ അത്? അല്ലല്ല, ദൂരദർശനില് അതിന് മുമ്പേ. ദൂരദർശൻ എന്ന് പറയുമ്പോ വീണ്ടും ദൂരദർശനാണ് അതിന് ശേഷമാണ് വരുന്നതെങ്കിലും ഈ മിമിക്രി
മോണോ ഇതൊക്കെ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നൊക്കെ ദൂരദർശൻ അവർ വന്ന് പകർത്തി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആദ്യം ദൂരദർശനിൽ മുഖം കാണിച്ചു, നമ്മുടെ ഒരു എൻട്രി അവിടെ രേഖപ്പെടുത്തി. പിന്നീട് എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ജോബി ചേട്ടൻ ദൂരദർശനിലൊരു ഒരാളാണ് എപ്പോഴും. കാരണം അതെ അതെ അതെ, ഞങ്ങളുടെ ആദ്യത്തെ പാനലുണ്ട്, ഒരു 51 പേരെ എടുത്തു, 51-52 പേരെ എടുത്തു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അപ്പൊ അതിനകത്ത് എനിക്ക് കയറി പറ്റാൻ പറ്റി. അന്നത്തെ ഇന്റർവ്യൂല് ഞാനും പാസ്സായിരുന്നു. പിന്നെ സീരിയലുകൾ വന്നു, പിന്നെ സീരിയലുകള് പകിട പമ്പരം, ടോം ജേക്കബ് അദ്ദേഹത്തിന്റെ, അതിനകത്തൊക്കെ നിറഞ്ഞു നിന്നു. പിന്നെ അവിടെ ഒട്ടുമിക്ക സീരിയലുകളിലും ഞാൻ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, പകിട പമ്പരം ഹിറ്റായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അതെ അതെ അതെ, ഭയങ്കര ഹിറ്റായിരുന്നു. ദൂരദർശനിൽ അങ്ങനെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് അങ്ങ് മാറി. അതെ അതെ, അത് ഈ പിന്നെ പ്രൈം ടൈമിന് തന്നെ ആയിരുന്നു ഈ ഇത് കളിച്ചിരുന്നത്, പകിട പമ്പരം. അതായത് ന്യൂസിന്റെ ഇടയിൽ 15 മിനിറ്റ്. അപ്പൊ ന്യൂസ് കാണുന്നവരെല്ലാരും ഇത് കാണും. അങ്ങനെ എത്രയോ വർഷം അത് അങ്ങനെ പോയി. തിരുവനന്തപുരം ഒരു ഹൃദയം തന്നെയാണ്. പിന്നെ തിരുവനന്തപുരം ഇതിന് പറ്റിയൊരു വളക്കൂറുള്ള ഒരു മണ്ണാണ്. പിന്നെ എല്ലാം ഇപ്പോ കുറെയൊക്കെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് എങ്കിലും തിരുവനന്തപുരത്തിന്റെ ഒരു പ്രൗഢി അത് നിലനിൽക്കുകയും ദൂരദർശൻ അവിടെയാവുകയും മറ്റു ചാനലുകളെല്ലാം അവിടെയായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഇനി റിട്ടേൺ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തിരിച്ചും തിരുവനന്തപുരത്തേക്ക് തന്നെ അത് വരുമെന്നും. കാരണം വിഴിഞ്ഞം ഒക്കെ വന്ന് തിരുവനന്തപുരം വേറെ ലെവലിലേക്ക് മാറാൻ പോവുകയാണ്. അത് നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര രോമാഞ്ചം. കാരണം നമ്മളൊക്കെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചതാണെങ്കിലും ആർ വൈനീസിലൊക്കെ പഠിക്കുമ്പോഴും തിരുവനന്തപുരത്ത് അതൊരു ഫീല് തന്നെയാണ്. തിരുവനന്തപുരത്ത് ഈ ഒരു കലാകുന്ന് കൊട്ടാരവും മ്യൂസിയവും പിന്നെ എല്ലാ ഫംഗ്ഷൻ സെറ്റ് കൂടുതൽ നടക്കുന്ന അവിടെയാണ്, തിരുവനന്തപുരത്താണ് തലസ്ഥാനം. വർഷത്തിൽ 365 ദിവസവും സാംസ്കാരിക രംഗം അവിടെ സജീവമാണ്, ആഘോഷങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചോദിച്ചേട്ടാ 2 വർഷമാവും നമ്മള് മഗ്ദലന മറിയത്തിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. ചേട്ടൻ അന്നാണ് നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. 2 വർഷമായി, ഓർമ്മയുണ്ട്. അതും തിരുവനന്തപുരത്തായിരുന്നു. നമ്മുടെ ഒരു ദിവസത്തെ രാത്രി ഒരു ദിവസം തീർത്ത ഷൂട്ടല്ലേ. അപ്പൊ എനിക്ക് ഇരട്ടി മധുരമായിട്ടോ. അതെല്ലാം അല്ല, അതൊക്കെയാണ് നമ്മുടെ ഓർമ്മ ഒരു വലിയ വലിയ കാര്യമാണ് കേട്ടോ. ഇത് നമ്മളതെല്ലാം ഓർത്ത് വെക്കുക എന്ന് പറയുന്നത്, നമ്മുടെ നല്ല അത് ഓർക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ജീവൻ കുറച്ചുകൂടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നുകൂടെ നമ്മൾ നന്നാവും. ജോബി ചേട്ടനെ സംബന്ധിച്ച് ഈ സൗഹൃദങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ബോണ്ട് ചെയ്ത് നിർത്തുന്നതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അതെ, തീർച്ചയായും കണക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ആ കണക്ഷനെ എങ്ങനെ കീപ്പ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ആ പാടുള്ള കാര്യത്തിൽ ഏറ്റവും രസം കണ്ടെത്തുന്ന ഒരാളാണ് ജോബി ചേട്ടൻ, ഞാൻ മനസ്സിലാക്കുന്നല്ലേ? സത്യമല്ലേ? ഞാൻ വേറൊരു രസം എനിക്ക് തോന്നുന്നത്, ഞാൻ ലോ കോളേജിൽ പഠിച്ചിരുന്നു. അപ്പൊ എനിക്ക് റസൂൽ പൂക്കുട്ടിയെ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. എന്ന് മാത്രമല്ല ഞങ്ങള് പിന്നെ 8-10 ജഡ്ജിമാര് തന്നെ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഒപ്പം പഠിച്ചവര് ഉണ്ട്. അത്രയും ഒരു ലെവലിലുള്ളവരുണ്ട്. ഇങ്ങനത്തെ ഏറ്റവും നമുക്ക് താഴെ എന്ന് പറയുന്ന അവരെ ഒട്ടും ചെറുതായി കാണുന്നതല്ല കേട്ടാ, ഒട്ടും ചെറുതായി. ഓരോരുത്തർക്കും ഇന്ത്യയിലെ ഓരോ പൗരനും അതിൻ്റെതായ വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവനും അതറിഞ്ഞ് ജീവിക്കുന്നവനാണ് ഞാൻ. അപ്പം ഏറ്റവും എനിക്ക് ആരും നിസ്സാരരല്ല. അപ്പൊ ഏറ്റവും നല്ല കൂട്ടുകാര് എനിക്ക് ഇങ്ങനെ താഴെ നമ്മുടെ ഉള്ളവരുണ്ട്. സാധാരണക്കാരിലും. ഞാനിപ്പോ ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലിറ്റിൽ പീപ്പിൾ കേരള എന്ന് പറഞ്ഞിട്ട്, ഞങ്ങളുടെ അത് തുടങ്ങിയത് തന്നെ ഞങ്ങളുടെ ഒക്കെ കുറഞ്ഞവരെ എല്ലാവരും ഒരുമാതിരി വേറൊരു ലെവലിലായിരിക്കുമല്ലോ കാണുന്നത്. അപ്പൊ ഏറ്റവും പാവപ്പെട്ടവര്, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവർ എത്രയോ പേരുണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവര്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര ഒരു ആവേശമാണ്. അപ്പൊ അങ്ങനെ ഒത്തുകൂടാനും അവർക്കൊക്കെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നതും ഒക്കെ വളരെ ഒരു നന്മ നിറഞ്ഞ സംഭവങ്ങളാണ്. ഞാൻ സാധാരണ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് തന്നെ ഞങ്ങൾ പഴയ മത്സരിയുള്ള നാടകങ്ങൾ അറിയാലോ, അല്ലെങ്കിൽ അങ്ങനെ ഈ പിന്നെ ഉത്സവപ്പറമ്പുകള് എന്നുള്ളതല്ല, ഈ സാധാരണയായ നാട്ടുംപുറങ്ങളുടെ വിളകളിൽ നടത്തുന്ന കാണിക്കുന്ന പിന്നെ നാടകമായാലും മിമിക്രി ആയാലും ഒക്കെ പ്രോഗ്രാം തൊട്ട് ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും എനിക്ക് പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അമേരിക്കയിലൊക്കെ ചെന്ന് അവിടുത്തെ വലിയ സ്റ്റാർ ഹോട്ടലിൽ പ്രോഗ്രാം ചെയ്യുന്നത് രണ്ട് തരം അനുഭവമാണ്. രണ്ടും ഇതില് ഏത് നല്ലതെന്ന് പറയാൻ പറ്റില്ല. രണ്ട് അനുഭവങ്ങളാണ്. അത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണം. അതെ. ഇത് തന്നെയാണ് നമ്മുടെ സാധാരണ കൂട്ടുകാരിലും എനിക്കിങ്ങനെ എല്ലാ സൗഹൃദങ്ങളും ഉണ്ട്. അതും ഒരു വലിയൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയൊരു സമ്പത്തായിട്ട് തന്നെ ഞാൻ സൂക്ഷിക്കാം. അപ്പൊ ജോബി ചേട്ടാ, ഒരേ സമയം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യൻ ശേഖരിക്കുക എന്ന് പറയുന്ന വലിയ കാര്യം. കാരണം ജോലി ചെയ്യുന്നു, അതിനോടൊപ്പം കല കൊണ്ടുപോകുന്നു, ആ ജോലിയിൽ നിന്ന് പിന്നീട് റിട്ടയർ ആവുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കല തന്നെയാണ് ജീവിതം. കലയും ജീവിതവും രണ്ടല്ല. കല തന്നെയാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ.
അധ്വാനിക്കുന്ന ആൾക്കാരില് അവരുടെ പിന്നെ അവരുടെ ഉല്ലാസവേളകൾ ഉണ്ടാക്കുന്നത് പഴയ കാലങ്ങളിൽ അവരുടെ ഈ അധ്വാനം നമ്മളെ ഒരു സംഭവം തള്ളിക്കൊണ്ട് പോകുന്നതും നമുക്ക് ഏലേലം എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയായിട്ട് തള്ളിക്കൊണ്ട് പോകുന്നതും ഒരു അധ്വാനത്തിന്റെ ഇടയിലെ കലയാണ്. അതില് നല്ലൊരു സ്ട്രഗിളിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോ മാറി കേട്ടോ. ഇന്നിപ്പോ ഈ പറയുന്ന ഒരു ഉയരത്തിൽ കുറഞ്ഞൊരു വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ ഇന്ന് എല്ലാവരെയും കോൺസെപ്റ്റ് മാറി. അവരെയും ചേർത്ത് പിടിക്കുക, അവരെയും ഒപ്പം കൊണ്ടു കിടക്കുക എന്നുള്ള ഒരു സമൂഹത്തിൽ അങ്ങനെയാണ്. പക്ഷെ ആ ഒരു സമയം കുഞ്ഞിന്റെ ഭാഷ വേറെ കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ പൊക്കാതിരിക്കുവിൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ആ സമയത്ത്, അതായത് ചേട്ടൻ കലാപ്രവർത്തനത്തിലേക്ക് എത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഈ പൊക്കമില്ലാത്ത ആൾക്കാരെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അന്ന് അത്രയും സ്ട്രഗിൾ ചെയ്യണം. തീർച്ചയായിട്ടും അതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ ഉണ്ടായി വന്നതാണ് കേട്ടോ. കാരണം നമുക്കൊരു സ്ഥാനം ഉണ്ടാവുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് പഠിക്കുക എന്നല്ല, എപ്പോഴും അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരോടും പറയാനുള്ളതും അത് തന്നെയാണ്. നമ്മൾ ഏതിൽ വർക്ക് ചെയ്യുന്നോ ആ തലത്തിൽ അപ് ടു ഡേറ്റ് ആവുക എന്നുള്ളതാണ്. സ്വപ്നങ്ങൾക്കൊപ്പമുള്ള യാത്രയാണ്. ഞാൻ റെഡ് കാർപ്പറ്റ് അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ഒരുപാട് സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ് ജോബി ചേട്ടൻ. എനിക്കും സന്തോഷം. നമുക്ക് രണ്ടുപേർക്കും വീണ്ടും ആ പഴയ സൗഹൃദം വീണ്ടും പുതുക്കാൻ കഴിഞ്ഞതിൽ, അത് പ്രേക്ഷകർ കേൾക്കാൻ കഴിയുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട്, ഞാനും ജോബി ചേട്ടനും ഒക്കെ ചേർന്ന് ഇനിയിപ്പോ ഒരു വർക്ക് വരുന്നുണ്ട് ഉടനെ. അത് ദൈവം സഹായിച്ച് അതും ഉണ്ടാവട്ടെ അല്ലേ? ഉണ്ടാവട്ടെ, എല്ലാം സംഭവിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന, ഏറെ പ്രിയപ്പെട്ട ജോബി ചേട്ടന്റെ അടുത്ത സ്വപ്നം എന്താണ്? അടുത്ത കാര്യങ്ങൾ എന്താണ്? അടുത്ത സ്വപ്നം അല്ലെങ്കിൽ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു വലിയ കാര്യം എന്താണ്? ചില്ലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സ്വപ്നമാണോ? സ്വപ്നം, എന്റെ സ്വപ്നം അങ്ങനെ ഭയങ്കരമായ ഒരു സ്വപ്നമില്ല. സ്വപ്നം എപ്പോഴും എല്ലാവരും സന്തോഷകരമായിട്ട് പോവുക എന്നുള്ളതാണ്. ഒരു ചെറിയ തോട്ട് മതി ഒരു യുദ്ധം ഉണ്ടാവാൻ, അല്ലെ? അപ്പൊ ഇന്നും നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി അത് വലുതായി ഈ ജാതിമത വർഗ ചിന്തകളൊന്നും ഇല്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നായി പോകാൻ കഴിയും. നമുക്ക് അതായത് നമ്മുടെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നമാണ്, അല്ലെ? ആ സ്വപ്നം അതിന് പരം മറ്റൊരു സ്വപ്നം ഇല്ല എന്നുള്ളതാണ്, അല്ലെ? ആ അത്തരം ഒരു സവിശേഷത നമ്മുടെ ചുറ്റുപാടും എന്ന് മാത്രമല്ല ലോകം മുഴുവൻ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ലോകാസ്വസ്ഥ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ചില്ലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജോബി ചേട്ടനാണ് ഇന്ന് ആശ്രയ FM 90 റെഡ് കാർപ്പറ്റിൽ കൂടെ ഉണ്ടായിരുന്നത്. അതെ. വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക്. ഒരുപാട് സന്തോഷം ചേട്ടാ, ഇത്രയും സമയം. ഇഷ്ടംപോലെ നമ്മൾ സംസാരിക്കും അല്ലേ? എനിക്ക് സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അങ്ങ് പോകും, ഒരു പോക്ക് പോകും. എനിക്കറിയാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപ്പോ ആശ്രയ FM 90 ഞാൻ ഇതുവരെ എല്ലാവരുമായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കെടുക്കാൻ കഴിയുന്നു. ഞങ്ങളെ ഒരുമിച്ച് അങ്ങനെ കാണാൻ കഴിഞ്ഞതും, ഞങ്ങളെ സൗഹൃദ സംഭാഷണം നടത്താൻ കഴിഞ്ഞതിലും, അത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഞാൻ പോകുന്നില്ല, ഇനിയും വരും, ഇനിയും എന്നെ വിളിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ആശ്രയമായിട്ട് നമുക്ക് എന്നും അങ്ങനെ മുന്നോട്ട് പോകാം. Thank you so much ചേട്ടാ. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.